എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ചെന്നൈ സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ ഞാനത് കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1/2 കിലോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് ഇതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. 10 മിനിറ്റ് മാത്രം വെച്ചാലും മതി കേട്ടോ. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട. കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നെയ്യ് കൂടെ ചേർക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 കഷ്ണം പട്ടയും, ഒരു തക്കോലം, 2 ഗ്രാമ്പും, 2 ഏലക്കയും, പിന്നെ ഒരു ബേ ലീഫ് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൽപ്പാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പൈസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഇത് നാട്ടിലെ കടകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഓൺലൈനിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു സ്പൈസസ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ചേർക്കുക. ഞാനിവിടെ ഒരു 3 സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ദേ ഞാനിവിടെ നല്ലോണം തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ 2 വലിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയൊരു പിടിയോളം മല്ലിയിലയും പിന്നെ ചെറിയൊരു പിടിയോളം പുതിന ഇല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയും പുതിനയിലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ചെന്നൈ സ്റ്റൈലിലുള്ള ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളകും പൊടി കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ ചെന്നൈയിലെ ബിരിയാണിക്കൊക്കെ നല്ലൊരു കളർ ഉണ്ടാവില്ല. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ചിലതിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. ഗരം മസാലപ്പൊടി കുറച്ച് മാത്രം മതി. നമ്മൾ നേരത്തെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഗരം മസാലപ്പൊടി ഇടുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇത് ചെമ്മീൻ ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെമ്മീനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ ഒരു വെള്ളത്തിൽ വേണം കേട്ടോ ഈ ഒരു ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീന് പകരമായിട്ട് ചിക്കനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് നല്ലോണം തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഉറന്നു വരും. അപ്പോൾ ഞാനിത് ചെമ്മീൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തതിന് ശേഷം വേണം കേട്ടോ അരി ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം ഒട്ടും പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോകും കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് പറയണത് ഇങ്ങനെ കപ്പ് അളവ് പറയണില്ല. നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അരിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് ഹൈറ്റിൽ വെള്ളം നിൽക്കണ വിധത്തിൽ വേണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. നല്ല ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം നിങ്ങൾ കപ്പ് കൊണ്ട് അളന്നിട്ടൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിന് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്.
ഒരു സമയത്ത് ഈ ഒരു വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഉപ്പ് പാകത്തിൽ തന്നെ ആയിട്ടുണ്ട്. കുക്കർ അടയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരാനാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ വിസിൽ വരാനാവുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ കുക്കർ തുറക്കണത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ല എരിവുണ്ട് എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്കിത് തൈര് പച്ചരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.